ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം IAS. 2021 UPSC സിവിൽ സർവീസസ് പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ഇൻ റിലേഷൻ ടു എ ടോപ്പിക് ദാറ്റ് ഇസ് പരോൾ. പരോൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ. പരോൾ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണഗതിയിൽ പത്രം വായിക്കുകയോ അല്ലെങ്കിൽ ഫിലിം കാണുകയോ ഒക്കെ ചെയ്യുന്നവർ എന്താണ് പരോൾ എന്നതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉള്ളവരായിരിക്കും. പക്ഷേ UPSC ആസ്പിറൻസ് എന്നുള്ള നിലയ്ക്ക് പരോളിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് പരോള് പോലെ ഒരു ടോപ്പിക്ക് UPSC പ്രിലിംസ് എക്സാമിന് ഒരു ടോപ്പിക്കായി ചോദിക്കാൻ കാരണം എന്നുള്ളതിനെപ്പറ്റി ഒരു 1-2 മിനിറ്റിൽ ഒരു ക്ലാരിറ്റി തന്നതിന് ശേഷം we will get into the analysis or we will get into the discussion of this topic of parole. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി പൊളിറ്റി ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ UPSC ഹാസ് ബിക്കം മോർ പ്രാക്ടിക്കൽ. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ ഭാഗമായാൽ യു നീഡ് ടു നോ അബൌട്ട് വാട്ട് ഇസ് പരോൾ, വാട്ട് ഇസ് ഫർലോ, വാട്ട് ഇസ് police custody, what is judicial custody, and that is the reason why do I say that UPSC becomes more practical. അതേപോലെ വ്യത്യസ്ത സർവീസുകളിലെ ഒഫീഷ്യൽസിൻ്റെ റാങ്ക്സുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്നു, വിച്ച് ഇസ് ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എസ് എ ഡോക്യുമെൻറ്റ്. അല്ലെങ്കിൽ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്ത് ഉള്ള കുറേ മേഖലയിൽ നിന്ന് UPSC കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ മേഖലകളെല്ലാം തന്നെ നമ്മുടെ പത്രങ്ങളിൽ നിരന്തരമായി വരുന്ന ആസ്പെക്റ്റാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അത്രയേറെ ശ്രദ്ധ ചെലുത്താത്ത ചില വാക്കുകളാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യം പരോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രദ്ധിക്കാറില്ല. വി യൂസ് ടു സ്കിപ്പ് ദാറ്റ് ഏരിയ ബിക്കോസ് വി അസ്യൂം ദാറ്റ് വി നോ ദാറ്റ്, ബട്ട് ആക്ച്വലി വി ഡു നോട്ട് നോ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് സെഷൻസിൻ്റെ ഭാഗമായി ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഒരു ഡിസ്കഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. So I will just read the question as you can see on the screen. With reference to India, consider the following statements. When a prisoner makes out a sufficient case, parole cannot be denied to such prisoner because it becomes a matter of his or her right. ഒരു ജയിൽവാസിയുടെ അവകാശമാണ് പരോള് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. രണ്ടാമത്തേത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ദെയർ ഓൺ പ്രിസണേഴ്സ് റിലീസ് ഓൺ പരോൾ റൂൾസ്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും അവരുടേതായ പരോൾ റൂൾസ് ഉണ്ട് എന്ന് പറയുന്നു. ആൻഡ് ദെൻ യൂഷ്വലി UPSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബവ് ഈസ് ഓർ ആർ കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. A1 only, B2 only, both 1 and 2, D neither 1 nor 2. So we will come back to this question, but before that we need to understand the fundamental difference between parole and furlough. But ഡിഫറൻസിലേക്ക് പോകുന്നതിന് മുൻപ് which are those common points for parole and furlough? പരോൾ, ഫർലോ എന്നീ രണ്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രണ്ട് ടെർമിനോളജീസുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ പരോൾ അല്ലെങ്കിൽ ഫർലോ, എവിടെയൊക്കെയാണ് പരോൾ, ഫർലോ എന്നിവയ്ക്ക് കോമൺ പോയിൻറ്റ്സ് ഉള്ളത്? ഡിഫറൻസ് പഠിക്കുന്നതിന് മുമ്പ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ആർ സിമിലർ ഓൾസോ. സോ ബേസിക്കലി പരോൾ ആസ് വെൽ ആസ് ഫർലോ, ദിസ് ഇസ് എ ടെമ്പററി ലീവ്. താൽക്കാലികമായ ലീവ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആർക്ക് ലീവ് പ്രൊവൈഡ് ചെയ്യുന്നു? ഫോർ ദ ജയിൽ ഇൻമേറ്റ്സ് ഓർ കൺവിക്ട്സ്. കൺവിക്ട്സ് എന്ന് പറഞ്ഞാൽ കുറ്റവാളികളാണ്. ജയിൽവാസം അനുഷ്ഠിക്കുന്നവർക്കും അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന താൽക്കാലിക ലീവിനെയാണ് നമ്മൾ പരോൾ അല്ലെങ്കിൽ ഫർലോ എന്ന് പറയുക, വിച്ച് ഇസ് ആപ്ലിക്കബിൾ ടു ബോത്ത് ദ ടേംസ്, ദാറ്റ് ഇസ് പരോൾ ആസ് വെൽ ആസ് ഫർലോ. നൗ പരോൾ ആണെങ്കിലും ഫർലോ ആണെങ്കിലും ഒരു കുറ്റവാളിക്ക് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല നടപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഗുഡ് ബിഹേവിയർ. ആൻ ഇൻമേറ്റ് ഓർ എ പ്രിസണർ ഇസ് പ്രൊവൈഡഡ് വിത്ത് പരോൾ ഓർ ഫർലോ. സോ ദീസ് ആർ ദ ടു കോമൺ പോയിൻറ്റ്സ് ഇൻ റിലേഷൻ ടു പരോൾ ആൻഡ് ഫർലോ. സോ ടെമ്പററി ലീവാണ് ജയിൽ ഇൻമേറ്റ്സിന് അല്ലെങ്കിൽ കൺവിക്ട്സിന് കൊടുക്കുന്ന ടെമ്പററി ലീവാണ്. ഈ ടെമ്പററി ലീവ് ഗ്രാൻറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇറ്റ് വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് ദി ഗുഡ് ബിഹേവിയർ ഓഫ് ദ ഇൻമേറ്റ്സ്. നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പരോൾ ആൻഡ് ഫർലോ. ആദ്യത്തെ ഡിഫറൻസ്, ഒരു ജയിൽ ഇൻമേറ്റിന് അല്ലെങ്കിൽ ഒരു പ്രിസണർക്ക് പരോള് പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിൽ അത് ആ ശിക്ഷാ കാലാവധിയെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും? വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓൺ സെൻറ്റൻസ് ഇഫ് എ പേഴ്സൺ ഇസ് പ്രൊവൈഡഡ് പരോൾ?
See, if a person is provided parole, the period for which that person is out on parole is not counted as sentence. The period for which the person is out on parole is not counted as sentence. What does this mean? Say for example, ഒരു വ്യക്തിയെ 3 വർഷത്തേക്ക് ഇംപ്രിസൺ ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ 3 വർഷത്തിൽ 2 തവണ ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഗുഡ് ബിഹേവിയർ കാരണം പരോൾ നൽകിയെന്ന് വിചാരിക്കുക. 2 തവണയും 10 ദിവസം വീതം 10 days പരോൾ നൽകിയെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ക്യുമുലേറ്റീവ്ലി 20 ദിവസം അദ്ദേഹം ജയിലിന് പുറത്താണ്. അപ്പോൾ ഈ 20 ദിവസം എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോവുക? ഈ 20 ദിവസം അഡീഷണലി അദ്ദേഹം അകത്ത് കിടക്കേണ്ടി വരും. ഇഫ് ദാറ്റ് ഇസ് പരോൾ ആണെങ്കിൽ അഡീഷണലി എത്ര ദിവസമാണോ പരോളിൽ പോയത് അത്രയും ദിവസം അധികമായി കിടക്കേണ്ടി വരും. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് വിത്ത് ഫർലോ ആണെങ്കിൽ ഇഫ് എ പേഴ്സൺ ഈസ് ഇംപ്രിസൺഡ് ഫോർ 3 years and if a person is sent on furlough for say for example 20 days, 20 ദിവസം ഫെർലോയിൽ വിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസിന് ഇമ്പാക്റ്റ് ചെയ്യില്ല. വിച്ച് മീൻസ് ഈ 20 ദിവസം ഈ 3 വർഷത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അഡീഷണലി 20 ദിവസം അകത്ത് കിടക്കേണ്ട ആവശ്യമില്ല ഇഫ് ദാറ്റ് ഇസ് ഫെർലോ. ദ സെക്കൻഡ് ഡിഫറൻസ് ഇസ് റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് സെൻറ്റൻസ്. ഏത് തരത്തിലുള്ള ശിക്ഷാവിധിക്കാണ് പരോൾ നൽകുക, അതുപോലെ ഏത് തരത്തിലുള്ള ശിക്ഷയാണെങ്കിലാണ് ഫെർലോ നൽകുക. സി, പരോൾ ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ കേസ് ഓഫ് എ ഷോർട്ട് ടേം സെൻറ്റൻസ്. ചെറിയ കാലാവധിയുള്ള ശിക്ഷയാണ് എങ്കിൽ സാധാരണഗതിയിൽ പരോൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഇഫ് ഇറ്റ് ഇസ് ലോങ് ടേം സെൻറ്റൻസ്, സേ ഫോർ എക്സാമ്പിൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ലോങ് ടേം സെൻറ്റൻസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഫെർലോ. ഓക്കെ, so example is life imprisonment. So that is another difference between parole as well as furlough. The next difference is in relation to the purpose of parole and furlough. Now this is important, very important. എന്താണ് പരോളിൻ്റെ പർപ്പസ്? പരോള് ഒരു വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, the reason is any kind of എക്സിജൻസി. സേ ഫോർ എക്സാമ്പിൾ എനി കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ ഒരു ഡെഡ്ലി ഇൽനെസ്സിൻ്റെ ഭാഗമായി ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെ വിവാഹം എന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ലൈക്ക് ദ വെഡിങ് ഓഫ് ദ ഡോട്ടർ ഓർ സൺ. സോ ദാറ്റ് ഈസ് വാട്ട് യു ക്യാൻ സീ. സോ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസിൽ ജയിൽവാസം അനുഷ്ഠിക്കുന്ന നളിനി വാസ് ഗിവൺ 30 days parole to attend the function or to attend the wedding function of her daughter. So that was parole. അപ്പോൾ പരോൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ളൊരു സോഷ്യൽ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഡ്ഡിങ് പോലുള്ള ഒരു കൾച്ചറൽ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരോളിൻ്റെ ഉദ്ദേശം. Now what about furlough? Furlough is different. See, why furlough is different? Because as per the Indian criminal justice system, ഒരു ജനാധിപത്യ രാജ്യത്തിൽ when you look at the example, just like India, as per the Indian criminal justice system, revenge is not our aim. അതായത് ഒരു വ്യക്തി ഒരു കുറ്റം കമ്മിറ്റ് ചെയ്താൽ, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ റിവെഞ്ച് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ, നിയമ സംവിധാനത്തിൻ്റെ ലക്ഷ്യം. Which means retribution is not our aim. Our aim is reformation. Which means that person should be changed. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ചേഞ്ച് കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ നേച്ചറിൽ ചേഞ്ച് കൊണ്ടുവരിക. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന സിദ്ധാന്തമല്ല ഇവിടെ നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്നത്. വി നീഡ്
ടു റിഫോം ദാറ്റ് പേഴ്സൺ, വി നീഡ് ദാറ്റ് പേഴ്സൺ ടു ബി ചേഞ്ച്ഡ്. കാരണം ആ വ്യക്തിയെ ഒരു ക്രിമിനൽ ആക്കുന്നതിൽ നമ്മളുടെ സൊസൈറ്റിക്കും പങ്കുണ്ട് അല്ലേ. കിരീടം എന്ന് പറയുന്ന ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഒരു ക്രിമിനലാക്കി മാറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഭംഗിയായി നടത്തിയിട്ടുള്ളൊരു ദൃശ്യാവിഷ്കാരമാണ് കിരീടം എന്ന് പറയുന്ന ഫിലിം. സോ ഇൻഫാക്ട് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഒരു സൊസൈറ്റിക്ക് പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്കെതിരെ റിവെഞ്ച് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. അതിന് പകരം ദാറ്റ് പേഴ്സൺ ഷുഡ് ബി പ്രൊവൈഡഡ് ദ ചാൻസ് ഫോർ റിഫോർമേഷൻ. അപ്പോൾ ഫെർലോ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്? ഫെർലോ ഇസ് പ്രൊവൈഡഡ് ഫോർ എ പേഴ്സൺ ടു ഗെറ്റ് റിഡ് ഓഫ് സോളിറ്റ്യൂഡ്, അതായത് ഏകാന്തത ഒഴിവാക്കുക എന്നുള്ളതാണ് ഫെർലോയുടെ ഉദ്ദേശം. അതായത് ഫെർലോയിൽ ഒരു വ്യക്തിയെ പുറത്തു വിടുമ്പോൾ അദ്ദേഹത്തിന് സുഹൃത്തുക്കളുമായി സംസാരിക്കാം, ഫാമിലിയുമായി സംസാരിക്കാം. അങ്ങനെ ഒരു ബന്ധം പുറത്തുണ്ട്, ഒരു നല്ല അന്തരീക്ഷം പുറത്തുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹത്തിനൊരു ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും അല്ലേ. അദ്ദേഹത്തിനൊരു റിഫോർമേഷനുള്ള ആഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹി നീഡ് ടു നോ ദാറ്റ് ദർ ഇസ് ആൻ ഔട്ട്സൈഡ് വേൾഡ് വിച്ച് ഇസ് മച്ച് ബ്യൂട്ടിഫുൾ. So that is what is the purpose of furlough, to keep the family ties, the family bonding, the friendship bonding. That is the purpose of furlough. But moreover, parole is basically to attend any functions, last rite functions, ഏതെങ്കിലും പേരൻസിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, ഇതിനൊക്കെയാണ് പരോള് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദർ ഇസ് വൺ മോർ ഡിഫറൻസ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് can you say that parole is a right of an individual? നമ്മളുടെ ചോദ്യം തന്നെ അതായിരുന്നു. പരോള് ഒരു ജയിൽ ഇൻമേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രിസണറിൻ്റെ, അല്ലെങ്കിൽ ഇൻഫാക്ട് നോട്ട് പ്രിസണർ, ഒരു ജയിൽ ഇൻമേറ്റിൻ്റെ അല്ലെങ്കിൽ കൺവിക്റ്റിൻ്റെ അവകാശമാണോ എന്നുള്ളതാണ് ചോദ്യം. സി പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പരോൾ ഈസ് നോട്ട് എ റൈറ്റ്. Which means parole is totally the discretion of authority. ആരാണോ പരോള് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അതോറിറ്റി, ആ അതോറിറ്റിയുടെ വിവേചനാധികാരമാണ് പരോള് നൽകണമോ വേണ്ടയോ എന്നുള്ളത്. പരോൾ എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോകാനൊന്നും പറ്റില്ല. ബട്ട് ഫെർലോ കമ്പാരിറ്റീവ്ലി, ഫെർലോ ഇസ് മോർ ഓഫ് എ റൈറ്റ്. അബ്സല്യൂട്ട്ലി ഇവ രണ്ടും അവകാശങ്ങളാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും പരോളിനെക്കാളും ഫെർലോ ഒരു അവകാശമാണ് എന്ന് പറയാൻ കമ്പാരിറ്റീവ് ബേസിസിൽ, റിലേറ്റീവ് ബേസിസിൽ സാധിക്കും. വിച്ച് മീൻസ് അൺറീസണബിളി, ന്യായമൊന്നുമില്ലാതെ ഡിനൈ ചെയ്യാൻ സാധിക്കില്ല. ന്യായമൊന്നുമില്ലാതെ അതോറിറ്റീസ് ഫെർലോ ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക്, അതായത് ഇൻമേറ്റിന് അല്ലെങ്കിൽ കൺവിക്റ്റിന് കോടതിയെ സമീപിക്കാൻ പോലും സാധിക്കും. സോ ഫെർലോ ഇസ് മോർ ഓവർ എ റൈറ്റ്. കമ്പാരിറ്റീവ്ലി ഫെർലോ ഇസ് എ റൈറ്റ്, ബട്ട് അബ്സല്യൂട്ട്ലി പരോൾ ആൻഡ് ഫെർലോ അവകാശമല്ല എന്ന പോയിന്റ് കൂടി ഓർത്തിരിക്കുക. ആൻഡ് ദർ ഇസ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് സി ദ പ്രിസൺസ്, they are mentioned as a subject in the state list. സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പ്രിസൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പ്രിസൺ റൂൾസ്, പരോൾ റൂൾസ്, ഫെർലോ റൂൾസ് എന്നിവ നിലനിൽക്കുന്നതും. സോ ദ കണ്ടീഷൻ ഓഫ് പ്രൊവൈഡിങ് പരോൾ, ഫെർലോ, എവറിഥിങ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. So this is the fundamental difference between parole and furlough. Now we will go to the question. UPSC ചോദിച്ചിട്ടുള്ള ചോദ്യം ഒന്ന് നോക്കാം. With reference to India, consider the following statements. With a prisoner makes out a sufficient case, parole cannot be denied to such person because it becomes a matter of his or her right, which is wrong. Parole ഒരിക്കലും അവകാശമല്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. State governments have their own prisoners release on parole rules. Yes, this is correct. So what is the answer? Correct statement ആണ് ചോദ്യം. The answer is option B, that is 2 only. So this is what, or this is how you need to learn or pick topics from the newspaper and learn about that particular newspaper. ഇത്തരം ഇൻഫർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളോട് ഒപ്പം കൂടുക. We will make it possible. So with a new topic, till then, goodbye.